ഹലോ മക്കളെ, വെൽക്കം ടു എംഎസ് സൊല്യൂഷൻ. ഷനൂബ് സാറാണ്. എടാ, ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെദർ ആൻഡ് ക്ലൈമറ്റ് അഥവാ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണം എക്സാമിനേഷൻ ഒരു പക്ഷേ ചോദിച്ചേക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ദ അറ്റ്മോസ്ഫിയർ ഈസ് പ്രൈമർലി ഹീറ്റഡ് ഫ്രം ദ എർത്ത് സർഫസ്. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ് ത്രൂ ദ അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് അന്തരീക്ഷം ചൂട് പിടിക്കുന്നത് പ്രധാനമായും ഭൗമോപരിതലത്തിൽ നിന്നാണ്. അന്തരീക്ഷ താപവ്യാപന പ്രക്രിയയിലൂടെ ഈ പ്രസ്താവന സാധൂകരിക്കുക. സോ ഇവിടെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ നോക്കിക്കോ, അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സ്, ഇതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വെക്കുന്നത്, അഥവാ അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയകൾ. സോ 4 ഉണ്ട്, എല്ലാവർക്കും അത് അറിയാം. ഏതൊക്കെയാണ് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയകൾ എന്ന് പറയുന്നത്? ഒന്നാമത് കണ്ടക്ഷൻ അഥവാ താപചാലനമാണ്. രണ്ടാമത് കൺവെക്ഷൻ അഥവാ സംവഹനമാണ്. മൂന്നാമത് അഡ്വെക്ഷൻ അഥവാ അഭിവഹനമാണ്. നാലാമത്തത് റേഡിയേഷൻ അഥവാ വികിരണമാണ്. എന്തൊക്കെയാണ് ഇത് കാര്യങ്ങൾ എന്ന് പറയുന്നത്? സോ നോക്കിക്കോ, കണ്ടക്ഷൻ അഥവാ താപചാലനം എന്ന് പറയുമ്പോൾ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇൻ ഡയറക്ട്ലി കോണ്ടാക്ട് വിത്ത് ദ എർത്ത് സർഫസ്. അഥവാ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് ഭൂമിയുടെ ഉപരിതലം അഥവാ സർഫസ്. ഇവിടേക്ക് സൂര്യപ്രകാശം വരുന്നു. സോ ഇവിടെ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുന്നു. ഈ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഈ ചൂടിനെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴ്ന്ന ഈ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് ചലിപ്പിച്ചു കൊടുക്കുന്നു, വ്യാപിപ്പിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് കണ്ടക്ഷൻ അഥവാ താപചാലനം എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്താണത് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുന്നത്. ഹീറ്റഡ് എയർ എക്സ്പാൻഡ്സ് ആൻഡ് റൈസസ് അപ്പ്. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഹയർ റീച്ചസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതായത് ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയരുകയും അതിലൂടെ താപം അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ചൂടായ വായു ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും? മുകളിലേക്ക് പതിയെ വികസിച്ച് എന്ത് ചെയ്യും? ഉയരാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഉയർന്നു പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുന്നത്. സോ ഉയരത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ചൂട് കൂടുകയും ചെയ്യും. ഇനി അടുത്താണ് അഡ്വെക്ഷൻ അഥവാ അഭിവഹനം എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡ്. അഥവാ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ എന്ത് ചെയ്യുന്നു? താപം വ്യാപിക്കുന്നു. ഇപ്പൊ കൺവെക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ സംവഹനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഭാഗത്ത് സൈഡിൽ നിന്നും നല്ലൊരു കാറ്റ് വീശി, നല്ല തണുത്ത കാറ്റ് വീശി. ആ കാറ്റ് വീശുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ചൂടായ വായു മുകളിലേക്ക് പോകുന്നതിന് പകരം എന്ത് ചെയ്യും? ചെരിഞ്ഞ് സൈഡിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? പോകും. അതായത് എർത്തിന് സമാന്തരമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? പോകാൻ തുടങ്ങും. സോ അതിനെ അഡ്വെക്ഷൻ അഥവാ അഭിവഹനം എന്ന് പറയുന്നു. നാലാമത്തത് റേഡിയേഷൻ അഥവാ വികിരണം. അഥവാ ഈ ചൂടിനെ ഭൂമി സ്വയം പുറത്തേക്ക് തള്ളിവിടുന്നത്, അതും ലോങ് വേവായി ദീർഘതരംഗങ്ങളായി പുറത്തേക്ക് തള്ളിവിടുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയേഷൻ അഥവാ വികിരണം എന്ന് പറയുന്നത്. എമിഷൻ ഓഫ് എനർജി ആസ് ലോങ് വേവ്സ് ആഫ്റ്റർ ദ എർത്ത് സർഫസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ്. അഥവാ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായിട്ട് ഊർജം പുറന്തള്ളുന്നതിനെ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ അഥവാ വികിരണം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ABC എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ചോദ്യം ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഒന്ന് ഇൻസൊലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതുപോലെ ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമ വികിരണം എന്ന് പറയുന്ന ടോപ്പിക്, ഹീറ്റ് ബജറ്റ് അഥവാ താപ ബജറ്റ് എന്ന് പറയുന്ന ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് ട്രാൻസ്ഫർ അഥവാ താപജാല പ്രക്രിയയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. സോ സെറ്റാക്കി വെക്കണം. സോ ഒന്നാമത്തെ ഇൻസൊലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിക്കോ. ദ എമൗണ്ട് ഓഫ് സൺ റേസ് റീച്ചിങ് ദ എർത്ത് സർഫസ് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. അഥവാ ഭൗമോപരിതലത്തിലെത്തുന്ന സൗരകിരണത്തിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇൻസൊലേഷൻ. ഇതിന് സിമ്പിളായ ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കണക്ഷൻ? നമുക്കറിയാം, ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എന്ത് ചെയ്യാണ്? ഇന്ന് ചെയ്യുകയാണ് അല്ലെ, ഉള്ളിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസൊലേഷൻ. സോ അതവിടെ സെറ്റാണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമ വികിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ദ റേഡിയേഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ് ഫ്രം ദ എർത്ത് സർഫസ് ഈസ് കോൾഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതായത് ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യുന്നു, പുറത്തേക്ക് തള്ളിവിടുന്നു. ആ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഭൗമ വികിരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലോങ് വേവ് അഥവാ ദീർഘതരംഗങ്ങളായിട്ടാണ് ഇത് പോകുക എന്നുള്ളത് മറക്കാൻ പാടില്ല. അതുപോലെ മൂന്നാമത്തെ ഒരു ടോപ്പിക് ആണെന്ന് പറയുന്നത് ഹീറ്റ് ബജറ്റ് അഥവാ താപ ബജറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ താപ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ഓൾമോസ്റ്റ് എൻറ്റയർ എനർജി റീച്ചിങ് ദ എർത്ത് ആസ് ഇൻസുലേഷൻ ഈസ് റേഡിയേറ്റഡ് ബാക്ക് എവറി ഡേ. ഓക്കെ, ദ ഡേ കീപ്പിംഗ് ദ എർത്ത് ടെമ്പറേച്ചർ ബാലൻസ്ഡ്. ദിസ് പ്രോസസ് ഓഫ് ഹീറ്റ് ബാലൻസിംഗ് ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ് ഓഫ് ദ എർത്ത്. അതായത് പ്രതിദിനം ഓരോ ദിവസവും ഭൂമിയിലേക്ക് എത്തുന്ന ഭൂരിഭാഗം ഊർജവും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായിട്ട് എന്ന് വെച്ചാൽ ഓവറായിട്ട് കൂടുകയുമില്ല കുറയുകയുമില്ല, ഇങ്ങനെ സന്തുലിതമായിട്ട് സമമായി നിൽക്കുന്ന ഈ സാഹചര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഭൂമിയുടെ താപ ബജറ്റ്
മോസ്റ്റ് ഹീറ്റ് ബജറ്റ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്. ഇതിന് അടുത്തൊരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ചിത്രം ഒന്ന് നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക, താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. എടാ ഇങ്ങനെ നല്ലൊരു ചിത്രം ഉണ്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചിത്രമാണ്. സോ നോക്കിക്കോ, ഒന്നാമത് വാട്ട് ചേഞ്ച് ഒക്യൂസ് ഇൻ ദ ടെമ്പറേച്ചർ ആസ് ദ ഹയസ്റ്റ് ഇൻക്രീസസ്, അതായത് ഉയരം കൂടുമ്പോൾ താപനിലയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തത് വാട്ട് ഈസ് ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ ഫോർ എവറി കിലോമീറ്റർ ഇൻക്രീസസ് ഇൻ ഹൈറ്റ്, ഓരോ കിലോമീറ്റർ കൂടുന്തോറും ടെമ്പറേച്ചറിന് എന്ത് മാറ്റം ഉണ്ടാകും. നോക്കിക്കോ, ഓരോ കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തുന്നതോറും താപനിലയിൽ എത്രത്തോളം മാറ്റം ഉണ്ടാകുന്നുണ്ട്, എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് മാറ്റം ഉണ്ടാകുന്നത്. ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ചേഞ്ച് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, അതായത് അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഈ മാറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്. ഓരോ കിലോമീറ്റർ കൂടുന്തോറും എത്രയോ താപം കുറയുന്നുണ്ട്, ആ ഒരു ഫിനോമിനൻ അഥവാ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ്, ഉയരം എന്ന് പറയുന്ന ഭാഗത്തിലാണ് ഈ ടോപ്പിക് ഉള്ളത്. നോക്കിക്കോ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്, അഥവാ ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിന്റെ താപനില കുറഞ്ഞു വരുന്നു. അതാണ് ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിക്കോ, ദ ഫിനോമിനൻ ഓഫ് ഗ്രാജുവൽ ഡിക്രീസസ് ഇൻ ടെമ്പറേച്ചർ at the rate of 6.4 ഡിഗ്രി സെൽഷ്യസ്, അതായത് എത്ര ഡിഗ്രിയാണ് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ത് കുറയുന്നുണ്ട്. സോ ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, നോർമൽ ലാപ്സ് റേറ്റ് അഥവാ ക്രമമായ താപനഷ്ട നിരക്ക്. ഓരോ കിലോമീറ്റർ പോകും തോറും എത്ര കുറയും, 6.4 ഡിഗ്രി ഇങ്ങനെ കുറഞ്ഞ് ക്രമമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. സോ അതുകൊണ്ട് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ പറയുന്നു സെറ്റാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചിത്രം നോക്കിക്കോ. എടാ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ എ ബി എന്ന് പറയുന്നത് ഏത് മർദ്ദ മേഖലയാണ്, ഏത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന്റെ റീജിയൻ ആണ് എന്നാണ് ചോദ്യം. സോ അതിന് ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഒരുപക്ഷെ പറയാം. ഓക്കെ, അപ്പൊ ചോദിക്കുമ്പോൾ മക്കളെ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചൊരു സാധനമാണെന്ത്, സൺലൈറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇക്വേറ്റർ പോർഷനിലാണെങ്കിൽ ഭൂമധ്യരേഖയിലേക്കാണ്. അപ്പോൾ അവിടെ ചൂട് കൂടുമ്പോൾ വായുവൊക്കെ മുകളിലേക്ക് ഉയരും, അപ്പോൾ അവിടെ മർദ്ദം കുറയും അഥവാ പ്രഷർ കുറയും. സോ ഈ ലോ പ്രഷർ ബെൽറ്റിനെ, ഈ ന്യൂനമർദ്ദ മേഖലയെ ആ പേരിനോട് ചേർത്ത് വായിക്കുന്നു, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അഥവാ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. സോ നോക്കിക്കോ, സൺസ് റേസ് ഫാൾ വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മുഴുവൻ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഹൈ ടെമ്പറേച്ചർ ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ കോസസ് ദ എയർ ടു എക്സ്പാൻഡ് ആൻഡ് റൈസ് ഫോമിംഗ് ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതായത് ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യന്റെ ചൂടേറ്റ് വായു വികസിച്ചുയരുന്നതാണ് ന്യൂനമർദ്ദ മേഖല രൂപപ്പെടാനുള്ള കാരണം. സോ ഈ മേഖല നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട്, ഡോൾഡ്രം അഥവാ നിർവാത മേഖല. ഇവിടെ അങ്ങനെ വല്ല കാറ്റൊന്നും ഉണ്ടാവാറില്ല. ഇനി രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന സ്ഥലം ഏതാണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്, അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. നോക്കിക്കോ, വാം എയർ ഫ്രം ദ ഇക്വറ്റോറിയൽ റീജിയൻ റൈസസ് ആൻഡ് മൂവ് ടുവേർഡ്സ് ദ പോൾസ് ആസ് അപ്പർ എയർ വിൻഡ്സ്, അതായത് ഭൂമധ്യരേഖയിൽ നിന്നും ചൂടായ വായു എന്ത് ചെയ്യുന്നു, രണ്ട് ധ്രുവ പ്രദേശങ്ങളിലേക്കും രണ്ട് പോളാർ റീജിയനിലേക്കും എന്ത് ചെയ്യുന്നു, പറന്നുയരുന്നു. അവിടെ എന്ത് സംഭവിക്കും, ദ എയർ കൂൾസ് ആൻഡ് സ്ട്രിങ്സ് നിയർ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്, അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വായു 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിലേക്ക് തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നുണ്ട്. സോ അവിടെ ഫോമിംഗ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പഠിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അതായത് മക്കൾ ഈ ചിത്രം കണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലത്തെ ചോദ്യത്തിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് കഴിഞ്ഞ ഓണം എക്സാമിനേഷന് വന്ന ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ഒരുപക്ഷെ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എടാ ABC എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ കാറ്റിന്റെ പേര്, ഈ വിൻഡിന്റെ പേരെന്താന്ന് ഫൈൻഡ് ചെയ്യുക. ഇത് ഏത് റീജിയനിൽ നിന്നും ഏത് റീജിയനിലൊക്കെ വീശുന്നെന്ന് പറയും. അപ്പൊ നോക്കി വെക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. സോ അതാണ് ഇവിടെ 0 ഡിഗ്രി ഏരിയ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. 0 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, അതേപോലെ 90 ഡിഗ്രി, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. സോ ഇവിടെ നമുക്കറിയാം ലോ പ്രഷർ ബെൽറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഹൈ പ്രഷർ ബെൽറ്റ്, ഓപ്പോസിറ്റ് ലോ പ്രഷർ ബെൽറ്റ്, ഓപ്പോസിറ്റ് ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മക്കളെ, എപ്പോഴും കാറ്റ് വീശുന്നത് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കായിരിക്കും, മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും. സോ ഈ 30 നിന്നും എവിടേക്കാ കുറയാ, 30 നിന്നും എവിടേക്കാ വീശ, 0 ഡിഗ്രിയിലേക്കായിരിക്കും കാറ്റ് വീശാം അല്ലേ. അതേപോലെ 30 നിന്നും എടുക്കുക ഒരു 60ലേക്കും കാറ്റ് വീശും, 90 നിന്നും 60ലേക്ക് കാറ്റ് വീശും. സോ ഇതിന് ഈ മേഖലയിൽ വീശുന്ന കാറ്റുകൾക്ക് ഓരോ പേരുകളുണ്ട്. സോ മനസ്സിലാക്കി വെക്കാം. എടാ 30 നിന്നും 0 ഡിഗ്രിയിലേക്ക് വീശുന്ന ഈ കാറ്റിന്റെ പേരാണ് ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദം എന്ന് പറയുന്നു. 30 നിന്നും 60ലേക്ക് വീശുന്ന ഈ കാറ്റിന് നമ്മൾ വെസ്റ്റർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നു. 90 നിന്നും 60ലേക്ക് വീശുന്ന ഈ കാറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോളാർ സൈഡിൽ നിന്ന് വീശുന്ന പോളാർ വിൻഡ്സ് അഥവാ ധ്രുവീയ വാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഈ സ്ഥലങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു വെച്ചാണ്. ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിട്ടുള്ള സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രിയിലേക്ക് വീശുന്നു അല്ലെ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. ഇനി വെസ്റ്റർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിട്ടുള്ള ഏതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, വീശുന്നു 60 ഡിഗ്രി
സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, വീശുന്നു. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. അവസാനത്ത് പോളാർ വിൻഡ് അഥവാ ധ്രുവീയവാദങ്ങളാണ്. ധ്രുവീയവാദങ്ങൾ എന്ന് പറയുമ്പോൾ നോക്കിക്കോടാം, അതായത് 90 ഡിഗ്രി പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും 60 ഡിഗ്രി 60 ഡിഗ്രി സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നു. അഥവാ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. സോ ഇതെന്ത് ചെയ്യരുത്, പഠിക്കാൻ മറക്കരുത്. നമ്മൾ ഈ കാര്യങ്ങൾ സെറ്റാക്കി വെക്കണം. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതുപോലത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരും ലൈവുകളിൽ കാണാവുന്നതാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം, മുന്നേറാം. ഓക്കെ, ബൈ.